വിഭാഗീയതയെ തുടർന്ന് പിരിച്ചുവിട്ട CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സെക്രട്ടറി ഇന്ന് നേരിട്ടെത്തും. MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പ്രശ്നപരിഹാരത്തിന് അഡ്ഹോക്ക് കമ്മിറ്റിക്കും കഴിയാതെ വന്നതോടെയാണ് സംസ്ഥാന സെക്രട്ടറി എത്തുന്നത്. 9 മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന നേതൃത്വം ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത്. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, അഡ്ഹോക്ക് കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല, ഇത് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് വരേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. കരുനാഗപ്പള്ളിയിലെ കുരുക്കുകൾ അത്ര പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്നതല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിൽ സംസ്ഥാന സെക്രട്ടറി എത്തുന്നതോടുകൂടി ഒരു പരിഹാരം ഉണ്ടാകുമോ? ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നാഥനില്ലാത്ത കളരിയായി മാറുകയും ചെയ്തു. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവായ CPMന്റെ PK ഗുരുദാസൻ അടക്കം ഉന്നയിക്കുകയും ചെയ്തത്. മാത്രമല്ല 9 മാസമായി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അത് ഇവിടെ ഇപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് കാര്യങ്ങൾ നോക്കുന്നത്. മാത്രമല്ല അഡ്ഹോക്ക് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൻ്റെ മേലെ ഈ കരുനാഗപ്പള്ളിയിൽ വിഭാഗീയതയെ ചൂണ്ടിക്കാണിച്ച് പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ മേലെയുള്ള ചർച്ച ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ ചർച്ച നടത്തുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഏരിയ കമ്മിറ്റിക്ക് നാഥനില്ലാതെ ആകുകയും ഇതിനെതിരെ പ്രവർത്തകരടക്കം തന്നെ വലിയ തോതിൽ പരാതിയുമായി DC എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഒടുവിൽ സംസ്ഥാന കമ്മിറ്റിക്ക് അടക്കം പരാതി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ MV സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് കൊല്ലത്തെത്തി ഈ പ്രശ്നത്തിന്, അതായത് കരുനാഗപ്പള്ളിയിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുകയും ഉടൻ തന്നെ ഈ ഏരിയ കമ്മിറ്റി രൂപീകരിക്കുന്നതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. എന്തായാലും നേരത്തെ നമ്മൾ കണ്ടതാണ് സംസ്ഥാന സമിതി അംഗത്തിൻ്റെയും ഒപ്പം ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെയും തമ്മിൽ ചേരിപ്പോയതിനുള്ള ഒരു സംഘടനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുടിപ്പകയിലുണ്ടായ പ്രവർത്തനങ്ങൾ സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിട്ടുകൊണ്ട് വരെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ വിഭാഗീയതയെ തുടർന്നായിരുന്നു എന്നായിരുന്നു. എന്തായാലും ഇന്ന് MV ഗോവിന്ദൻ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ അവർ പുറത്തു പറയുന്നതായിരിക്കും. താങ്ക് യു ദിലീപ്.